ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോസ് എന്ന് വെച്ചാൽ ഇത് ഓണം കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. കൂടെ ഒരു ലൈക്കും കൂടെ അടിച്ച് നിങ്ങളുടെ വലിയൊരു കമൻറ്റും കൂടെ ഇട്ടേക്കണേ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ റെസിപ്പികളൊക്കെ ഞാൻ നേരത്തെ പ്രൈവറ്റാക്കി വെച്ചിരുന്നാണ് കേട്ടോ അപ്ലോഡ് ആക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ജോലി അധികമുണ്ട്. അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മീൻകറി വെക്കണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ തന്നെ രാവിലെ തന്നെ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് അനിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ അനിക്കുട്ടിയുടെ വീട് വരെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോളും കൂടെ, മോൾ എന്നെ സഹായിക്കാൻ അടുക്കളയിലുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് തേങ്ങ വറുത്തരച്ചാണ് ഞാൻ കറി വയ്ക്കുന്നത്. ബീഫ് കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്നാലും ഞാൻ ഇവിടെ ഇതിൽ ചെറുതായിട്ട്, അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതേ വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേര കറി വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കറി വയ്ക്കാനായിട്ട് തേങ്ങ, പെരിഞ്ചീരകം, മസാലക്കൂട്ടെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിങ്ങനെ തേങ്ങ വറുത്തെടുക്കും. തേങ്ങ വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ അതെല്ലാം ചേർത്തെടുക്കും. പിന്നെ അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ വഴറ്റാനുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ആദ്യമായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതലും ചേർക്കുന്നത്. സവോള 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി അത് കൂടുതലാണ്, കുറച്ച് എടുത്തപ്പോഴത്തേക്ക് കൂടിപ്പോയി. അപ്പം പൊളിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ മോളത് നന്നായിട്ട് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയും വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഉള്ളികളെല്ലാം ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും സവോളയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർക്കും. അതെല്ലാം വഴന്നു കഴിഞ്ഞ് നമ്മൾ ഇറച്ചിയും കൂടെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ കൂട്ടും കൂടെ ചേർക്കും. പിന്നെ തേങ്ങ വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ അത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ച് നമ്മൾ അരപ്പും കൂടെ കൂട്ടിയെടുക്കും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതിലേക്ക് ചേർക്കും. അങ്ങനെ കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബീഫ് കറി ഇതാണേ. പിന്നെ നമ്മൾ കേര കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കറി, കേര കറി വെച്ചത്. പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വെച്ച കറിയും മോര് കാച്ചതൊക്കെ ഉണ്ടായിരുന്നു. തോരനും ബീട്രൂട്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവരവിടെ നിന്ന് ഊണ് കഴിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. തുണി കഴുകിയിട്ട് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസമായിരുന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാണ്. ആമസോണിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ വാച്ച് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കിയാലോ. സിൽവർ ചെയിൻ്റെ വാച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ പല മോഡൽ ഇപ്പോൾ വാങ്ങിച്ച്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വാച്ച് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അധികം ആയില്ല, പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇനി അത് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലതിപ്പം ഒരു വാച്ച് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. കൊള്ളാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ ഇടാനായിട്ട് അടുക്കളയിൽ വന്ന സമയത്ത് നമ്മുടെ അടുക്കളയുടെ ജനലിൻ്റെ പുറത്ത് കണ്ടപ്പോൾ അതിലെ ഒരു വികൃതിക്കൂട്ടൻ ഇരിക്കും. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? ആ ചെറിയ മരത്തിൽ എന്തോ നിരക്കുന്നത് കണ്ടിട്ട് ചാടി കയറിയതാണേ. ഞാൻ ചായയും വെച്ചുകൊണ്ട് അടുക്കള നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ തോന്നി അന്ന് ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന്. അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ തേക്കാനുണ്ടായിരുന്നേ. ഷർട്ടും എല്ലാം കഴുകിയിട്ടിട്ട് അതൊക്കെ ഒന്ന് തേക്കണമായിരുന്നു. അപ്പം ഞാൻ പിന്നെ
അതിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈ വീഡിയോയൊക്കെ നേരത്തെ ഇടേണ്ടതായിരുന്നു, എഡിറ്റിങ്ങിൻ്റെ താമസം കൊണ്ടാണ്. അപ്പോൾ അടുത്ത ചതയദിനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.